നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കോടന്നൂർ ശാസ്താ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിലെ കൃഷ്ണാവതാര ചടങ്ങ് ഭക്തി നിർഭരമായി. 3 വയസ്സുകാരൻ മുഹമ്മദ് അസിം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. വടക്കാഞ്ചേരി മംഗലത്ത് ആന്ധ്ര സ്വദേശിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. 41 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. 2ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ചേർന്ന് ശുചീകരണ പ്രവർത്തനത്തിന് പങ്കാളികളായി. വാർഡംഗം EV ഉണ്ണികൃഷ്ണൻ, JHI പുഷ്പവല്ലി, തൊഴിലുറപ്പ് മേറ്റ് ഉഷ കോവാദ്, കുടുംബശ്രീ CDS മെമ്പർ സുനിത എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ മൊത്തത്തിൽ തന്നെ മഴയെത്തും മുമ്പേ ശുചീകരണ വാരം. ശുചീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ ഇതുകളും ചാലുകളും അതുപോലെ തന്നെ വീടുകളുടെ പരിസരങ്ങളും കൂടി വൃത്തിയാക്കുന്നതിന് വേണ്ടി 18-19 തീയതികൾ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ചേർപ്പ് പഞ്ചായത്തിലെ 2ാം വാർഡ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇതിൽ പങ്കെടുത്തുള്ളത് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളും നാട്ടുകാരും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വീട്ടുകാരും ഇതിനു വേണ്ടി പങ്കുചേർന്ന് അവനാൻ്റെ വീട് പരിസരം ഒരു വൃത്തിയാക്കണമെന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപിടി രോഗങ്ങളുടെ കാലം കൂടാണ്. പല തരത്തിലുള്ള പകർച്ചവ്യാധികളുടെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുവാണ്. നമ്മൾ വീട് തോറും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വീട് തോറും എല്ലാം കയറി ഇറങ്ങി നമ്മൾ ബോധവൽക്കരണം കൊടുക്കുകയും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, പകർച്ചവ്യാധികളിൽ ഇവയെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം ഓരോ വീടുകളും കയറി ഇറങ്ങി നടന്ന് കൊടുക്കുകയും അതിന് വേണ്ടുന്ന മുൻ നടപടികളെല്ലാം എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലം നമുക്ക് രോഗങ്ങളില്ലാത്ത, പകർച്ചവ്യാധികളില്ലാത്ത നല്ലൊരു മഴക്കാലമാകട്ടെ എന്ന് ആശംസിക്കാം. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഓരോ വീട്ടുകാരും അംഗങ്ങളും വ്യക്തികളും എല്ലാം നമ്മുടെ പഞ്ചായത്തിനോടും ഹെൽത്തിനോടും ഒപ്പം നിന്ന് നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ എല്ലാം വൃത്തിയാക്കി നല്ലൊരു മഴക്കാലം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കോടന്നൂർ ശാസ്താ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിലെ കൃഷ്ണാവതാര ചടങ്ങ് ഭക്തി നിർഭരമായി. ഗുരുവായൂരപ്പദാസൻ, വിജു ഗോപാലകൃഷ്ണൻ, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. അവതാര ചടങ്ങിൽ കൃഷ്ണവേഷം കെട്ടിയ ബാലികാ ബാലകന്മാരുടെ നൃത്തം, ഭക്തിഗീതാലാപനം, ഉറിയടി എന്നീ പരിപാടികളും ഉണ്ടായിരുന്നു. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. മെയ് 12-ന് മഹാത്മ്യ പാരായണത്തോടെ ആരംഭിച്ച ഭാഗവത സപ്താഹയജ്ഞം 19-ന് ഉച്ചയ്ക്ക് പരിസമാപ്തിയാകും. ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 39ാമത് വാർഷിക സപ്താഹമാണ് നടന്നുവരുന്നത്. നടത്തറ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS വിവിധ സഹകരണ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നടത്തറ നാട്ടുത്സവം 2024 മൂർക്കനിക്കര സ്കൂൾ ഗ്രൗണ്ടിൽ 18 മുതൽ 26 വരെ വൈകിട്ട് 4 മുതൽ 10 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നാട്ടുത്സവം ഉദ്ഘാടനം ചെയ്യും. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിക്കും. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. നാട്ടുത്സവത്തിൽ അമ്യൂസ്മെന്റ് പാർക്ക്, ശിങ്കാരിമേളം, ഫ്യൂഷൻ, ഗാനമേള, നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും വിവിധതരം ഭക്ഷണശാലകളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. മെയ് 26-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ നടത്തുകയാണ്. വൈകിട്ട് 10 മണി വരെ ഒത്തിരി ഗവൺമെൻറ് UP സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 18-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി K. രാജൻ അവർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കലാകായിക രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ, ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, ജനറൽ കൺവീനർ T. ശ്രീകുമാർ, EN സീതാലക്ഷ്മി, PK അഭിലാഷ് എന്നിവർ പങ്കെടുത്തു.
താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡും മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ചേർന്ന് 18-നും 35-നും ഇടയിൽ പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ആന്റോ തറിയൻ അധ്യക്ഷത വഹിച്ചു. പരിപാടി താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമയത്ത് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ വരാനായിട്ട് തീരെ താല്പര്യമായിരിക്കില്ല കുട്ടികൾക്ക്. അപ്പൊ ഇന്ന് വന്ന കുട്ടികൾക്ക് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ നന്നായി കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ 10ാം ക്ലാസ് പ്രശ്നമൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടാവും. അവര് ഇനി എന്താണ് ഈ പഠിപ്പ് കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും. മാതാപിതാക്കന്മാർക്ക് പലയേറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടികളെ കുറിച്ച് ഇന്ന സ്ഥാനത്ത് വരണം അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം എന്നുള്ളതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ് എല്ലാ രക്ഷിതാക്കൾക്കും. നമ്മൾക്ക് ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം ഭാവിയിൽ ഞാൻ ആരാകണം എന്നുള്ളത്. അത് പഠിക്കണമെങ്കിൽ നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം. ഇന്നത് പഠിച്ച് ഞാൻ വലിയൊരു സ്ഥാനത്ത് എത്തണം എന്നുള്ള ഒരു പ്രതിജ്ഞ എല്ലാവരും എടുക്കണം. അതിനായി നമുക്ക് ഇപ്പൊ ഫീസ് അളവോടുകൂടി നല്ലൊരു സ്ഥാനത്തെത്തിക്കാനായിട്ട് നമ്മുടെ മണപ്പുറം ഫൗണ്ടേഷന് കഴിയും. മണപ്പുറം ഫൗണ്ടേഷന് കീഴിൽ 2016 മുതൽ പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ്, സർട്ടിഫൈഡ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ കോഴ്സുകളാണ് വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസ്, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് സൗകര്യം, വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ആ കോഴ്സുകൾക്കനുസൃതമായ തൊഴിലുകൾ കണ്ടെത്തുവാനും ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത്. പോലീസിനെ വിളിക്കേ. ഇത് നിന്റെ അവസാനത്തെയാണ്. പോലീസിനെ വിളിക്കേ. എന്റെ അശ്വനായി നീ മാറ്റിക്കൊണ്ടുപോയി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പാറക്കൂട്ടം സ്വദേശി അശ്വിനാണ് ആക്രമണം അഴിച്ചുവിട്ടത്. രാത്രിയിൽ വെട്ടുകത്തിയുമായി സിന്ധുവിന്റെ വീട്ടിലെത്തിയ യുവാവ് വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. തുടർന്ന് അസഭ്യവർഷം നടത്തിയ ശേഷം കാർ പോർച്ചിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ലുകളും തകർത്തു. ഈ സമയത്ത് സിന്ധുവും മകനും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏറെ നേരം യുവാവ് വീട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ അയൽവാസികൾ കൊരട്ടി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അശ്വിനെ പിടികൂടിയത്. അശ്വിന്റെ അറസ്റ്റ് കൊരട്ടി പോലീസ് രേഖപ്പെടുത്തി. നേരത്തെയും ഇയാൾ സ്വന്തം വീടിന് നേരെ ഉൾപ്പെടെ സമാന രീതിയിൽ ആക്രമണം നടത്തിയിട്ടുള്ള ആളാണെന്ന് പറയുന്നു. അശ്വിൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. സിന്ധുവിന്റെ അകന്ന ബന്ധു കൂടിയായ അശ്വിനെതിരെയുള്ള കേസുകൾ തീർക്കാൻ സിന്ധു ഇടപെടാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. വടക്കാഞ്ചേരി മംഗലത്ത് ആന്ധ്ര സ്വദേശിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ആന്ധ്രയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് മംഗലത്ത് എത്തി സ്ഥിരതാമസമാക്കിയ 41 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെ രമേശിനെ കാണാനില്ലെന്ന വിവരം ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ അറിയിച്ചിരുന്നു. ഇതിനിടെ രമേശിനായി അന്വേഷണം നടത്തി വരവെയാണ് നാട്ടുകാർ രമേശിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മീൻ പിടിക്കാൻ പോയപ്പോൾ കാൽവഴുതി കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് മൃതദേഹം പുറത്തെടുത്തു. വടക്കാഞ്ചേരി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്ന് വായനശാലയ്ക്കു സമീപം കാട്ടുപന്നി ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കോഴിക്കുന്ന് സ്വദേശി തൈക്കാട്ടിൽ വീട്ടിൽ 56-കാരൻ ആന്റുവാണ് മരണമടഞ്ഞത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ അതിവേഗത്തിൽ വന്ന കാട്ടുപന്നി ഇടിച്ചതോടെ വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ആന്റുവിന് ഗുരുതര പരിക്കേറ്റു. വാഹനത്തിനടിയിൽപ്പെട്ട ആന്റുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ അധ്യയന വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി അറ്റ്ലസ് തയ്യാറായി കഴിഞ്ഞു. പുത്തൻ അധ്യയനത്തിലേക്ക് ആവശ്യമായ പുത്തൻ ഉടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കുകയാണ് അറ്റ്ലസ്.
അമിത വിലയെ പേടിക്കാതെ ഈ അധ്യയന വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. കാംലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ 2 എണ്ണം വാങ്ങുമ്പോൾ 1 സൗജന്യം. പെൻസിൽ പൗച്ചുകൾ 19 രൂപയ്ക്ക്, വാട്ടർ ബോട്ടിൽ 69 രൂപയ്ക്ക്, കിഡ്സ് ബെൽറ്റുകൾ 29 രൂപയ്ക്ക്, പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സ് 29 രൂപയ്ക്ക്, സ്റ്റുഡൻസ് ബെൽറ്റുകൾ 49 രൂപയ്ക്ക്, ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 349 രൂപയ്ക്ക്, ട്രെൻഡി പപ്പി ബാഗുകൾ 149 രൂപയ്ക്ക്, കിഡ്സ് അംബ്രല 199 രൂപയ്ക്ക്, സ്ക്യൂബി ഡേ ബാഗുകൾ വൻ വിലക്കുറവിൽ, ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൗണ്ടറുകൾ, ബ്രാൻഡഡ് ബാഗും നോട്ട് ബുക്കുകളും അടങ്ങിയ 7 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റിന് വെറും 799 രൂപ മാത്രം. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി എന്നും നൽകുന്ന അറ്റ്ലസിൽ സ്കൂൾ സീസണോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിലക്കുറവിനൊപ്പം മികച്ച ഗുണമേന്മയും ഉറപ്പാക്കി സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പ്രൊഡക്ട്സുകളും ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ തയ്യാറായി കഴിഞ്ഞു. വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അറ്റ്ലസ് ഇപ്പോൾ സ്കൂൾ വിപണിയിൽ വിലക്കുറവിന്റെ മറ്റൊരു വിപ്ലവത്തിന് തയ്യാറായി കഴിഞ്ഞു. ഈ സ്കൂൾ സീസൺ ആഘോഷമാക്കുവാൻ അറ്റ്ലസ് തൃപ്രയാർ ഷോറൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 70ാം നാളിൽ അനന്യ നൃത്തകലാക്ഷേത്രം തൃശൂരിലെ കുട്ടൻ മാസ്റ്ററുടെ ശിഷ്യർ ലതാംഗി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കൊഞ്ചും ശലങ്കെ കണ്ടേൻ നാൻ നടരാജനെ എന്ന കൃതിയും സുന്ദരമായി രംഗത്ത് അവതരിപ്പിച്ചു. കണ്ണൂർ നാട്യഗ്രഹിയുടെ ആഭിമുഖ്യത്തിൽ ജോയി കൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ദേവി നീയെ തുണെ എന്ന വർണ്ണം വീണാപാണിനിയായ സരസ്വതിയെ സ്തുതിച്ച് ചെയ്ത പദവും ശിഷ്യർ രംഗത്ത് അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. ജോയി കൃഷ്ണൻ നടുവാങ്കം, സുരേഷ് ബാബു നാരായണൻ വായ്പാട്ട്, വൈറ്റ്ല നവീൻ നാരായണൻ മൃദംഗത്തിലും മുരളീകൃഷ്ണ വീണയിലും പക്കം വായിച്ചു. തുടർന്ന് പൂർണ്ണശ്രീ അന്തിക്കാട് അവതരിപ്പിച്ച തിരുവാതിരകളിയുണ്ടായിരുന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തിപത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് തൃത്തല്ലൂർ ചെട്ടിക്കാട് കോളനിയിൽ താമസിക്കുന്ന ഷബീർ സഫ്ന ദമ്പതികളുടെ 3 വയസ്സുള്ള മകൻ മുഹമ്മദ് അസീം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 30 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായി ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഷബീറിന് ഇത് താങ്ങാവുന്നതിലും വലിയ തുകയാണ്. 8 മാസം പ്രായമുള്ള ഇവരുടെ മകളുടെ മജ്ജയാണ് ശസ്ത്രക്രിയയ്ക്ക് എടുക്കുന്നത്. ഇത്രയും വലിയൊരു തുക കണ്ടെത്തുവാൻ സാധിക്കാത്തതുമൂലം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ചെയർമാനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുവരെ സ്വരൂപിച്ചത് 15 ലക്ഷം രൂപയാണ്. ഇനിയും 15 ലക്ഷം രൂപയും കണ്ടെത്തണം. ഇതിനായി സുമനസുകൾ സഹായിക്കണമെന്നാണ് ജനകീയ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പ്രദേശത്ത് ചെട്ടിക്കാട് താമസിക്കുന്ന ഷബീർ ഷഫിന ദമ്പതികളുടെ 3 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അസീം എന്ന കുട്ടിക്ക് ബ്ലാക്ക് ഫാൻ അമീനിയ എന്ന ഒരു അപൂർവ രോഗം പിടിപെട്ട് തമിഴ്നാട്ടിലെ വെല്ലൂര് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്ന വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാവും. മുമ്പ് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ അപൂർവ രോഗത്തിലുള്ള ചികിത്സ മജ്ജ മാറ്റിവെക്കൽ അല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് നടത്തണമെന്നും അതിന് 35 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഷബീർ എന്ന് പറഞ്ഞ ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കും 35 ലക്ഷത്തോളം വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നും കൂടി ആത്മാർത്ഥമായി സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ ഉദ്ദേശ സംഖ്യ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഷംസുദ്ദീൻ കൺവീനറായ ചികിത്സാ സഹായ കമ്മിറ്റിയിൽ ട്രഷറർ ബദറുദ്ദീൻ അരയങ്കര, കോർഡിനേറ്റർ AM ജലാൽ, PM റിയാസ്, ബഷീർ തൃത്തല്ലൂർ എന്നിവർ നേതൃത്വം നൽകുന്നു. മുഹമ്മദ് അസീമിനെ സഹായിക്കുവാൻ താൽപര്യമുള്ള സുമനസുകൾക്ക് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ സഹായിക്കാവുന്നതാണ്.
അതിരപ്പള്ളി വെറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപം ശനിയാഴ്ച കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. വനത്തിനുള്ളിൽ നിന്നും എത്തിയ കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ആനയിൽ നിന്ന് അകലം പാലിച്ചാണ് വാഹനങ്ങൾ നിർത്തിയിട്ടത്. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ആനയുടെ ദൃശ്യങ്ങളും പകർത്തി. പിന്നീട് കൊമ്പൻ തന്നെ കാട് കയറിയതോടെ യാത്രക്കാരുടെ ആശങ്കയൊഴിഞ്ഞത്. പുത്തൂർ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വെറ്റിനറി ഡോക്ടർമാരെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നതിനായി മെയ് 22 രാവിലെ 11 പുത്തൂർ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദവിവരങ്ങൾക്ക് www.forest Kerala Government in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ട് മെയ് 20 തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11 പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8943703399 9633531374 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ താമസക്കാരായവരും മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. SSLC +2 മാർക്ക് ലിസ്റ്റ് സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 30 കൂടുതൽ വിവരങ്ങൾക്ക് 8943745451 9846605986 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 6840 രൂപ, പവന് 54,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കോടന്നൂർ ശാസ്താക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിലെ കൃഷ്ണാവതാര ചടങ്ങ് ഭക്തിനിർഭരമായി. 3 വയസ്സുകാരൻ മുഹമ്മദ് അസിം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. വടക്കാഞ്ചേരി മംഗലത്ത് ആന്ധ്ര സ്വദേശിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. 41 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.